അപ്പോൾ ഗൈസ് ഇതാണ് ഞാനിവിടെ പയറൊക്കെ അരിയാണ് കേട്ടോ. ഇത് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ. ഈ പയറരിയൊക്കെ ഇതാക്കണേ, നല്ല അടിപൊളി ഗൈസ്. ഇവിടെ കുട്ടികളൊക്കെ നല്ല ഒച്ചയിടുന്നുണ്ട് കേട്ടോ. ചിലരൊക്കെ പയർ തിന്നുന്നുണ്ട് ഗൈസ്. ഞാൻ കാട്ടിത്തരാം കേട്ടോ ഇവർ പയർ തിന്നണത്. പയർ തിന്നപ്പോൾ ഒരു ഇതുമില്ല ഗൈസ് ഇവർക്ക്. ഗൈസ് ഇവിടെ ഇതാക്കണ അമ്മച്ചി കേബേജും സാമ്പാർക്കും ഇല്ല സാധനങ്ങളൊക്കെ ഇതാക്കണ അരിയുന്നുണ്ട്. ഇതാക്കണിട്ട് ഞങ്ങൾക്ക് ലിക്വിഡാണ് കേട്ടോ ഇത്. അപ്പം കിളിയില്ല ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഗൈസ് ഇതാക്കണേ ഞങ്ങളങ്ങനെ എന്താ പറയുക പരിപാടികളൊക്കെ കഴിഞ്ഞു, ഗെയിംസുകളൊക്കെ ഞങ്ങൾ കഴിഞ്ഞു. അപ്പോൾ അതാണ് ഞാൻ കുളിച്ച് വന്നു കേട്ടോ. ഓരെത്തിയിട്ടില്ല. അപ്പോൾ ഓരെത്തിയിട്ട് നമുക്ക് ശ്രദ്ധിക്കണം കേട്ടോ. ഇവിടെ ഇതാക്കണം എല്ലാതും ഇതാക്കണം ഇതാക്കണം കേട്ടോ. പായസം ഉണ്ട്. ഇത് എന്ത് പായസമ്മ? ഏത് ഇത്? ഓക്കെ സത്യം പറഞ്ഞാൽ ഞാൻ ഇതാണ് നല്ല പായസം വേണം പറയുന്നത്. മിൽക്കി മെയ്ഡ് എടുത്താണ്. ഈ അച്ചാറാണുണ്ടോ? ഓക്കെ എന്താറിയോ ഈ അച്ചാറാണ് പറഞ്ഞത്. താത്തൻ്റെ കുട്ടി അപ്പോത്തിന് ഒന്നും ഒരു കണ്ട പിന്നെ ഒരിക്കൽ അപ്പം ഞാൻ തട്ടി കാരം വേഗം പെരും വക്കാറാണ്. നിങ്ങളെ വീട്ടിലുണ്ട് ദീപനിക്കത്തെ കുട്ടികളെ കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് ഞങ്ങൾ കൊടുക്കുകയാണ്. ആ വെള്ളം കൊടുത്തോന്. ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ അതാക്കണ് ഞങ്ങൾ ഇവിടെ സദ്യ തിന്നാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അവിടെ ഇതാക്കണ കുഞ്ഞ് പൂച്ചക്കുട്ടിട്ടും കൂടെ പിന്നെ ഗായ്സ് കളിപ്പിച്ചാണ് ഇതാകണം. അതിന് ഒന്ന് അങ്ങോട്ടാട്ടും ഇങ്ങോട്ടാട്ടും ഓലാണല്ലോ 4 പേരും 4 പേരും ആട്ടുന്നുണ്ട്. അടിച്ചിട്ടുണ്ട്. ഓടാ പൂച്ചനെ കാട്ടുന്നു. പാവം കുഞ്ഞ് പൂച്ച. ഇവരാണല്ലോ വരുന്നുള്ളൂ. റിജുവാന ഓല വിളിച്ചിട്ട് ഞങ്ങള് വീണ്ടും മിൽക്ക് മേഡ് തിന്നാ കൈയാണോ എന്തായാലും കൈസ് ഇതാക്കാൻ നമ്മളെ എല്ലാ ആളൊക്കെ ഇതാക്കണേ വെക്കാണ്. ഇതാക്കണേ ഇവിടെ ഒരാക്കിയിരിക്കാം. കേട്ടോ ഗൈസ് ഇതാക്കണേ നമ്മളിവിടെ റെഡി ആക്കിയിട്ടുണ്ട്. 3 4 5 6 7 കറക്റ്റമ്മ 7. ഞാനും റിച്ചാനും ഇവിടെ ഇരുന്നോണ്ട് ഗൈസ് ഇവിടെ ഇതാക്കണ ഓരോരോ സാധനങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ഇത് അങ്ങനെയല്ല ഇത് വെക്കുക ഇത് ഗൈസ് ഈ ഭാഗം അങ്ങോട്ട് വെക്കാൻ നമുക്കറിയില്ല കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ ഈ ഭാഗത്തൊക്കെ വെച്ചിരിക്കണേ ഇതൊക്കെ കേട്ടോ. ശർക്കര ഉപ്പേരി ഇതാക്കണം വെച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ കുറച്ച് സാധനങ്ങളുണ്ട് നമുക്ക് പോയാൽ അങ്ങനെ ശർക്കര ഉപ്പേരി 5 പ്ലേറ്റിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഫ്രിഡ്ജ് ചൂളാളൊക്കെ അണ്ടല്ല മമ്പയറാണ് കേട്ടോ ഗൈസ്. ഞാൻ ഇവിടെ സ്റ്റൂള് കൊണ്ടുവരാൻ പോയപ്പോഴത്തേന് ഇതാക്കണ ഇഞ്ചലയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇതാക്കണ കേബേജാണ്. എൻ്റെ കുഞ്ഞില്ലേ ചോറ് വഴിയാണ് വരിക. ഞാട്ടോളാം ഇത് ഷോർട്സ് ഇത്
ഇത് ഫുള്ളായിട്ട് മണിക്കൂറിലൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ വോയിസ് ഓവർ വോയിസ് ഓവറൊക്കെ കുറച്ച് മതി ഇഞ്ചിൽ അത്ര ചോറൊക്കെ ഉള്ളൂ. ഇവര് പാട്ടിടും, കസാലകളി കസാലകളി ഞാൻ പാട്ടിടും, പിന്നെ ഇതാക്കും. പാട്ട് നിൽക്കേണ്ട മുന്നേ ഇരിക്കുക. ഇതാക്കണം നമ്മളെ സദ്യ ഇവിടെ ഒരുവിധം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സാമ്പാർ ഇട്ടോ, പാര സാമ്പാർ കൂടി കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാട്ടോ. എന്നിട്ട് നമുക്ക് രസം കൂടി അതാ പപ്പടം പൊരിച്ചിട്ടില്ല, മറന്നു. ആ സാരില്ല, പപ്പടം പൊരിച്ചിട്ടില്ല കേട്ടോ. ഞാൻ പായസത്തിന്റെ കാര്യം പറഞ്ഞ വെച്ച ഓർമ്മ അവിടേക്ക് കാണും, റോട്ടിമൊക്കെ കാണും. ഇവിടെ രസമുണ്ട്. എത്ര വിഭവങ്ങള്? 1 2 3 4 5 6 7 8 9 ചോറും കൂടി കഴിഞ്ഞിട്ട് 10 11 പപ്പടം 12 പിന്നെന്താ പായസം 13 ഐറ്റമാണ്. ചോറും പപ്പടം അങ്ങനെ അച്ചാറൊക്കെ കൂട്ടിയിട്ടാണ് കേട്ടോ നമ്മൾ പറയുന്നത് 13. അവിടെ ഓയിലാക്കണ ചർച്ചയാണ്. പപ്പടം പായസം ഇവിടെ അച്ചാറുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ നിലത്താ തിന്നണ്ട്. ഇത് നിലത്ത് തിന്നാൻ നമുക്ക് ഇവിടെ അധികം സ്ഥലമില്ലാത്ത വേണ്ടിയാണ് മേസമ തിന്നുന്നത്. ഇതാക്കണം കേട്ടോ, ഞങ്ങളെ പായസം വന്നിട്ടുണ്ട്. അറിയില്ല ഗൈസ്, പായസം ഇതാക്കണം എല്ലാവർക്കും ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇഞ്ചെല്ലാം ഫുള്ളായിട്ടോ ഗൈസ്. ഇതാക്കണം കേട്ടോ, നമ്മളിതിപ്പോൾ ഇതാക്കണം എല്ലാതും 14 ഐറ്റം ഉണ്ട് കേട്ടോ ഗൈസ്. ഞങ്ങൾ കഴിക്കാൻ പോവുകയാണ്. ഇതങ്ങനെ സാമ്പാർക്ക് കുറച്ച് പപ്പടം, പിന്നെ അവിയല്, കേബേജ്, ഉപ്പേരി, സാമ്പാർ എല്ലാം. കണ്ടുകായോ ഇതെല്ലാവരും കൂടി കണ്ടുകായോ കണ്ണെങ്കിൽ പോയി എന്ത് കഴിക്കുന്നത് എല്ലാതും കൂടി തിന്നുമ്പോഴാട്ടോ ടേസ്റ്റ്. എത്ര കൂട്ടാണ്? 14 1 2 10 നമുക്കിനി രസമാണ്. നല്ല രസമാണ്. ഇതിലിട്ട് വയ്ക്കണം. കൂട്ടാനൊക്കെ തീക്കിടണോ? ഞാൻ കുറച്ച് സാമ്പാർക്ക് രസം പായാണ്. ഇഷ്ടാട്ടോ രസം സാമ്പാർക്ക് പറഞ്ഞാണ്ട്. താത്ത പൊന്നൂട്ടത് കണ്ടാണ്ടല്ലോ. ഏരുണ്ടോ മുളക്? മോരിലുണ്ടി മുറിച്ച പോലെ കാണും. മോരില്ല,
അതുപോലെ തന്നെ അവിയലും പയറൊക്കെ എല്ലാതും മിക്സ് ചെയ്ത് കണ്ട് ഇങ്ങോട്ട് ഇതാക്കണം. ഞാൻ കഴിക്കണം. ടേസ്റ്റത്തേക്ക് പറഞ്ഞാൽ തിന്നുണ്ട്. ഞങ്ങളുടെ ഏതായാലും തിന്നിട്ട് കേട്ടോ. ഇനി വർത്താനം പറയാറുണ്ടോ? ഇല്ല ഇഞ്ചില്ല. അതെ ഞങ്ങൾ മുളക് നല്ല ഉപ്പാട്ടോ. നല്ല ഇരുണ്ട്. ഞാൻ അവിയൽ കഴിച്ചു കൊടുത്താണ്. അവിയലൊക്കെ ചെറിയ ജസ്റ്റ് ഒന്ന് ചോരട്ടാ. കോഴി അല്ല കോഴിയുടെ വാഷിംഗ് മെഷീൻ ഇട്ടില്ലേനോ. ഇവിടുത്തെ കോഴി വാഷിംഗ് മെഷീൻ കേട്ടോ മുട്ടടല്. അപ്പോൾ കോഴി ഞങ്ങൾ ചോറ് വെച്ചിട്ട് കണ്ടാണ്ട് കോഴിക്കും ചോറ് വെച്ചിട്ട് പറഞ്ഞാണ്ട് ഇതാകട്ടെ ഹാളിക്ക് വന്നിക്കാണ്. എൻ്റെ വേണോ ആ പായസം പറഞ്ഞ വീട്ടുപേരിയാണോ? ഇഞ്ചത് അത് കഴിഞ്ഞു കേട്ടോ. നമുക്ക് ഈ ബാക്കിലെ പപ്പടം കേട്ടോ. പായസം നമുക്ക് ഇതിലേക്ക് പറഞ്ഞെടുക്കാം കേട്ടോ. അങ്ങനെ ഇതിലേക്ക് ഇത്തിരി പായസം കുറച്ച് പറഞ്ഞെടുത്താൽ മതി. നമ്മളിങ്ങനെ കഴിക്കാം. ചൂടെടുക്കണേ. ആ ഫാനിട്ടാണ് ഐസി. ഇത് ഫാനിട് നല്ല രസം കേട്ടോ. വെള്ളം ഇനിയുണ്ട് സ്പേസ്. ചോറിട്ടോ വേണ്ട ഞാൻ ഇട്ടല്ലോ രണ്ടെണ്ണം. നമുക്ക് ബാക്കിലെ പൈസ കൊടുത്തല്ലോ. അതാണ് എനിക്ക് ഇത്രയും പായസം കുടിച്ചാൽ പറ്റുള്ളൂ. നമുക്ക് രസം എടുക്കാം. രസം എടുക്കാണ്ട് നമ്മുടെ കൈമക്ക് ഇതിക്ക് ഇങ്ങനെ ഒഴിച്ച അടിപൊളി കേട്ടോ. നമുക്ക് ചിപ്സ് ലാസ്റ്റാണ് ചിപ്സ് ഉപ്പേരി അഞ്ചുപ്പേരിയൊക്കെ തിന്നും. ശിവാനൊക്കെ തിന്നും. ഉപ്പേരി രണ്ടാമത്തെ അങ്ങനെ ഈസാൻ്റെ കൂടിയ തിരിച്ചു പറ്റില്ലല്ലോ. ഐസിൻ്റെ ചോറ് ശർക്കര ഉപ്പേരി ഇട്ടത്. പപ്പടം പൊരിച്ച് ഞാൻ പപ്പടം പൊരിച്ചാൽ പറയേണ്ടത് കേട്ടോ. ഞങ്ങൾ സമയം ജസ്റ്റ് ഒന്ന് വൈകിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സമയം കഴിച്ച് 3:12 ആയിട്ടുണ്ട് കേട്ടോ. സമയം പപ്പടം ഞങ്ങൾ ഗെയിമുകളൊക്കെ കളിച്ചപ്പോൾ അങ്ങനെ അപ്പോൾ പായസം കൊടുക്കുന്ന ഞാൻ പപ്പടം പൊരിച്ചിട്ടോ. പൊരിച്ചെന്നിട്ട് നമ്മൾ വെച്ച് അങ്ങനെ ഇതുകൊണ്ട് പാരട്ടോ. അണ്ടിപ്പരിപ്പ് ഇതൊക്കെ ഇത് ഡ്രോയിങ് മത്സരത്തിലുണ്ടോ? കോഴി മത്സരമല്ല, ഡ്രോയിങ് ഉണ്ടോ? അത്രേ ഉള്ളൂ.
അസറ ഉറങ്ങാൻ സമയത്തല്ലേ ഉണ്ടോ ഇഞ്ചത് കഴിഞ്ഞാൽ കഴിഞ്ഞു എന്തെങ്കിലും വെച്ചാൽ മതി ഇഷ്ടം ഇത് വെച്ച് ഇപ്പാണോ ഇപ്പം വെച്ച് വരട്ടോ വെച്ച് വാങ്ങും നല്ല രസമുണ്ടോ ഞാൻ ഈ ഡ്രോയിങ് കൂടി ഡ്രോയിങ് വരച്ചുകൊണ്ട് വൈകിട്ട് ചെയ്യാൻ കരുതിട്ടോ അപ്പോൾ നമ്മൾ എൻ്റെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ ഡ്രോയിങ് വരക്കുമ്പോൾ ഞാൻ എടുക്കാം കേട്ടോ ഞാൻ ഡ്രോയിങ് വരയ്ക്കാൻ വേണ്ടിയിട്ട് സാധനം എടുക്കട്ടെ ഞങ്ങൾ ഡ്രോയിങ് വരയ്ക്കാൻ വേണ്ടിയിട്ട് ബുക്ക് വേറില്ലാത്ത കൊണ്ടിരുന്നത് എനിക്ക് ഇഷ്ടമല്ല ഇതാക്കാം വേറില്ലാതായാലും കുഴപ്പമില്ല വേറില്ലാത്ത ഇസു മാറിക്കോ ഗൈസ് ഞങ്ങൾ ഡ്രോയിങ് വരക്കാം കേട്ടോ ഗൈസ് പിന്നെ ഒരു കാര്യത്തിൽ കോപ്പി അടിച്ചിട്ട് വരക്കാൻ പാടില്ല കേട്ടോ എന്ത് ഇതാണ് ആ നോക്കാം ഞാനും കരുതി ഞാൻ നോക്കണ്ട ആരും പറഞ്ഞില്ല കുറച്ച് കിട്ടും കാക്കാരടുത്തൊക്കെ തയ്ക്കല്ലോ ഗൈസ് അപ്പോൾ ഓള് പറഞ്ഞു പൂ വരക്കാം ഞാൻ ഒരു വലിയ ചിത്രമാണ് വരക്കണ വലുതൊന്നും പറയാൻ പറ്റില്ല കേട്ടോ അങ്ങനെ ചിത്രമാണ് മേഘമുണ്ട് അവിടെ ഇന്ത്യയിലുണ്ട് ഇഞ്ചത് അതാക്കണം ഞാൻ വരക്കാണ് ബാക്ക് ഭാഗത്ത് വരക്കല്ലേ ഞാൻ അത് നല്ലത് മുന്നേത്ത് വരക്കണ്ട ഞാൻ ബാക്ക് ഭാഗത്താ പ്രദേശങ്ങൾ അവിടെ നിന്ന് മാറിയത് എന്ന് വെച്ചാൽ ഇവിടെ ഭയങ്കര വെയിലാട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ വരക്കാൻ തുടങ്ങാം കേട്ടോ ചിലപ്പോൾ ഈ ഗൈസ് ഞങ്ങൾക്ക് വരക്കിടൊന്നും ഞങ്ങൾ കാണിച്ച് തരാൻ പറ്റില്ല ഞങ്ങൾ വരക്കി തരാം അപ്പോൾ വരക്കും വീടെടുക്കലും ഒക്കെ ആകുമ്പോൾ ഞങ്ങൾക്ക് ഗതിയെടുക്കാറുണ്ട് അപ്പോൾ ഞങ്ങൾ കാട്ടാണെങ്കിൽ ഞങ്ങൾ മാക്സിമം കാട്ടാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ ഗൈസ് ഇതാക്കണം കേട്ടോ ഓള് വരക്കണേ ഗൈസ് ഞാൻ ഇത്ര വരച്ചിട്ടുണ്ട് കേട്ടോ എന്നുവെച്ചാൽ പകുതി പോലും ആയിട്ടില്ല ഓളത് വരച്ച് കഴിഞ്ഞിട്ടോ ഇനി ഓള് കളർ എടുക്കാനാണ് ഗൈസ് അങ്ങനെ ഇതാക്കണം ഞാൻ ഇവിടെ വരച്ച് കണ്ട് ഒരുവിധം തീർത്തിട്ടുണ്ട് കേട്ടോ പകുതി അയക്കണം ചെയ്ത് ഓള് വീണ്ടും വരക്കാണ് കേട്ടോ വീടാണ് വരക്കണം അപ്പോൾ ഗൈസ് ഇതാക്കണം ഞാൻ വരച്ചിട്ടുണ്ട് കേട്ടോ ഇഞ്ചി വരച്ച് കഴിഞ്ഞു ഇഞ്ചി വരച്ച് കഴിഞ്ഞിട്ട് ഇതാക്കണേ ഒരാളത് കഴിഞ്ഞിട്ടില്ല ഗൈസ് ഇവിടെ ഇതാക്കണേ താമരയാണ് വരക്കണം ഗൈസ് ഞാൻ ഈ വരച്ച് കഴിഞ്ഞിട്ടും അവളാകെ 2 പൂവാട്ടോ വരക്കണേ അവളവിടെ വീട് വരച്ചിട്ട് കുത്തിറക്കാണ് അപ്പോൾ ഗൈസ് ഞാൻ വരച്ച ചിത്രമാണ് ഇത് കേട്ടോ അപ്പോൾ അവൾ അവിടെ ജസ്റ്റ് ഒന്ന് കളർ എടുക്കുന്നുണ്ട് അതാണ് ഞാൻ വരച്ച ചിത്രം അവൾ വരച്ച എടുത്താ ഓളാട്ടോ വരച്ചത് അവൾ വരച്ച ചിത്രമാണിത് ഇതുണ്ടോ ഇത് 2ആണ് അവൾ വരച്ച ചിത്രം അപ്പോൾ ഇത്ര ഉണ്ട് നമ്മളെ വീഡിയോ അപ്പോൾ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുക്കണ ബെല്ലൈക്കൺ ഒന്നാമടുത്തുക അടുത്ത വീഡിയോ കാണാം ബൈ ബൈ